ഈ ഡബിൾ ഷെയ്ഡ് നമ്മൾ ഈ ഒരു ഫ്ലവർ, ചെറിയ ഫ്ലവർ നമുക്ക് ലാസ്റ്റ് ഇത് ഡബിൾ ഷെയ്ഡ് പിങ്ക് ഷെയ്ഡ് ഇട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യാം. ഇത് ബ്ലൂ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്ത് കാണിച്ചിട്ട് ഞാൻ ചെയ്യാം. എവിടെയെങ്കിലും ഒന്ന് വച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ കൈപ്പിടിച്ച് ചെയ്യുന്നതിനേക്കാളും സ്പീഡൊക്കെ കിട്ടുന്നത് എവിടെയെങ്കിലും ഒന്ന് അതുപോലെ ഒന്ന് വച്ച് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും സ്പീഡൊക്കെ കിട്ടാനായിട്ട് നല്ലത്. നമുക്കിവിടെ ഒന്ന് പിടിച്ച് വെച്ച് ചെയ്ത് നോക്കാം. ഉറപ്പിച്ച് അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഈ ഷാഡോ വർക്കിൻ്റെ ടീച്ചിങ് വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ഷാഡോ വർക്കിൻ്റെ ടീച്ചിങ് വീഡിയോ ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. വേഗം വേഗം ഒന്ന് തയ്ച്ചു പോവുകയാണേ. നമ്മൾ ആ വരച്ചേക്കുന്ന ഷേപ്പിൽ കൂടെ തന്നെ വേണം. ഇഴകൾ എണ്ണിയാണ് നമ്മളിത് തയ്ക്കുന്നത് കേട്ടോ. ഇഴകൾ ഒരു 3-4 ഇഴ വരെയൊക്കെ നമുക്ക് എടുക്കാം. നമ്മൾ എത്ര ചെറിയ ഇഴകൾ എടുക്കുന്നോ അത്രയും അടുപ്പിച്ചായിരിക്കും ഇതിൻ്റെ ഒരു ഭംഗി വരുന്നതെന്ന് വെച്ചാൽ. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാരികളിലായിരിക്കും നമ്മൾ ഷാഡോ വർക്ക് സാധാരണ ചെയ്യുക. അപ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഴകളൊക്കെ എടുക്കാനായിട്ട് നല്ല ഇതിലായിരിക്കും. കാരണം ഇഴകളൊക്കെ നന്നായിട്ട് അതിനകത്ത് കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ ഇഴകൾ? ഈ ഒരു ചെക്കുള്ള അതിനകത്ത് ഓടിയേക്കുന്ന നൂലാണ് ഇഴകളെന്ന് പറയുന്നത്. കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അധികം സ്പീഡ് എടുക്കാത്തത്. അതുപോലെ ഇതിൻ്റെ മേളിൽ എന്തെങ്കിലും വെയിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടി വരില്ല.